സോ അണ്ടർ 20,000, അതായത് 20,000 രൂപയുടെ താഴെയുള്ള പ്രൈസ് സെഗ്മെന്റ് ഉള്ളൂ. ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള പ്രൈസ് സെഗ്മെന്റ് ആണ്. കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ കൺഫ്യൂഷൻ കാരണം പലരും മാർക്കറ്റിൽ പോയിട്ട് തെറ്റായ ഫോൺസ് വാങ്ങിച്ച് പൈസ കളയുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. കറക്റ്റായ ഫോൺ വാങ്ങിക്കാനുള്ള ഇൻഫർമേഷൻ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് ഫോൺ ഭയങ്കര യുണീക്ക് ലുക്കുള്ള ഫോണാണ്. ഭയങ്കര ബോൾഡ് ലുക്കുള്ള ഫോണാണ്. അതായത് ആ ഒരു ഫോണിന്റെ ബാക്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്രൂ ഒക്കെ വരുന്നുണ്ട്. ആ ഫോണാണ് CMF ഫോൺ 2 Pro. 120 Hz AMOLED ഡിസ്പ്ലേ, മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 7300 Pro ചിപ്സെറ്റ്, 50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ ഡിസൈൻ ആണ്. പിന്നെ കഴിഞ്ഞ വർഷം വന്ന CMF ഫോൺ 1 ഉള്ളതുപോലെ ഇതിന്റെ ബാക്ക് കവർ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റൂല. പക്ഷേ ആ സ്ക്രൂ ഉരി മാറ്റിയിട്ട് അതിന്റെ ബാക്കിൽ അവിടെ നമുക്ക് ആക്സസറീസ് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്യാമറ ലെൻസ് ഉണ്ടല്ലോ, അതായത് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന മാക്രോ ലെൻസ്, ടെലിഫോട്ടോ ലെൻസ്, അതുപോലെ ലെൻസ് ഒക്കെ നമുക്ക് അതിന്റെ ബാക്കിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടില്ല. ഈ പ്രൈസിൽ കൊടുക്കേണ്ടതായിരുന്നു. ഓക്കെ, സോ മോണോ സ്പീക്കർ ആണ് വരുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. പക്ഷേ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് പൊടിക്ക് തിക്കാണ്. ഫോണിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം വന്ന CMF ഫോൺ 1 ഉണ്ടായിരുന്ന ഏകദേശം അതേ പെർഫോമൻസ് ആണ് ഇവിടെയും കിട്ടാൻ പോകുന്നത്. സോ ഓക്കെ പെർഫോമൻസ് ആണ്. 3 വർഷത്തെ OS അപ്ഡേറ്റ് സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഇത്തവണ നത്തിങ് ബോക്സിൽ ചാർജറും തരുന്നുണ്ട്. എന്നാൽ 33 വാട്ടിന്റെ ചാർജിങ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഈ പ്രൈസിൽ ഇപ്പം 67 വാട്ടും 80 വാട്ടൊക്കെ വരുന്നുണ്ട്. നത്തിങ് ഫോൺ 3 കണ്ട എക്സാക്ട്ലി സെയിം 2x ടെലിഫോട്ടോ ക്യാമറ ഉൾപ്പെടുന്ന ക്യാമറ സെറ്റപ്പ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫോർ ദിസ് പ്രൈസ്, ഈ ഫോൺ വരുന്ന പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല ക്യാമറ സെറ്റപ്പ് ആണ് ഫോർ ഷ്യൂർ. പിന്നെ നത്തിങ്ങിന്റെ ഫോൺ ആയതുകൊണ്ട് നത്തിങ് OS ആണ് ഉള്ളത്. നല്ല ക്ലീൻ എക്സ്പീരിയൻസ് ആണ്. ബ്ലോട്ട്വെയർസ് ആഡ്സ് ഒന്നുമില്ല. എന്നാൽ ഒരു പുതിയ കമ്പനി ആയതുകൊണ്ട് ആഫ്റ്റർ സെയിൽ സർവീസിങ്ങും സർവീസ് സെന്ററുകൾ അത്രയും സ്ട്രോങ് അല്ല. ഇപ്പൊ ഇങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. ഈ ഫോണിന്റെ സ്റ്റാർട്ടിംഗ് 8GB 128GB പ്രൈസ് ആണ് 18,999 രൂപ. 1000 രൂപയുടെ ബാങ്ക് ഡിസ്കൗണ്ട് കിടപ്പുണ്ട്. സോ ഫൈനൽ ഓഫർ പ്രൈസ് 18,000 രൂപയാണ്. ഓക്കെ, ഈ ഫോണിന്റെ ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക. നെക്സ്റ്റ് ഫോൺ പെർഫോമൻസ് നോക്കുന്നവർക്ക് വേണ്ടിയുള്ള ഫോണാണ്. അതാണ് റിയൽമി Narzo 80 Pro. 120 Hz OLED ഡിസ്പ്ലേ, മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 7400 ചിപ്സെറ്റ്, 50 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, OS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ, 6000 mAh വലിയ ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് തന്നെ ഈ ഫോണിൽ അൾട്രാവൈഡ് ക്യാമറ വരുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് അൾട്രാവൈഡ് ഫോട്ടോസ് എടുക്കാറുണ്ടെങ്കിൽ ഇവിടെ എടുക്കാൻ പറ്റൂല. അതിനോടൊപ്പം തന്നെ SD കാർഡിന് വേണ്ടിയുള്ള സ്ലോട്ട് ഇല്ല. പക്ഷെ നല്ല കേർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. സോ നല്ല ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ്. സോ നിങ്ങൾക്ക് കേർവ് ഡിസ്പ്ലേ വേണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ വരുന്ന ഡയമൻസിറ്റി 7400 ചിപ്സെറ്റ് ആണെങ്കിലും UFS 3.1 സ്റ്റോറേജ് ആണെങ്കിലും ഏകദേശം 7.8 ലാഖിന്റെ ഒക്കെ AnTuTu സ്കോർ തരുന്നുണ്ട്. സോ ഗെയിമിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യാം. ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ പ്രോ ലെവൽ ഗെയിമിംഗ് അല്ല. ഓക്കെ, അതിനുവേണ്ടി 25,000-30,000 രൂപ ചെലവാക്കേണ്ടി വരും. ഈ പ്രൈസിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഈ ഫോൺ തരും. കൂടെ 6000 mAh വലിയ ബാറ്ററി ഉള്ളതുകൊണ്ട് നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. നല്ല ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IP68, IP69 റേറ്റിംഗ്, മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ റിയൽമി UI ആയതുകൊണ്ട് അവിടെ ഇവിടെ ലേശം ബ്ലോട്ട്വെയർസും പിന്നെ നമ്മുടെ ഹോട്ട് ടാപ്സും ഹോട്ട് ഗെയിംസ് ഒക്കെ കാണും. അതൊക്കെ എടുത്ത് കളയേണ്ടി വരും. പിന്നെ ക്യാമറ പെർഫോമൻസ് ഓക്കെ ആണ്. പെർഫോമൻസ് ഓറിയന്റഡ് ഒരു ഫോൺ നോക്കുന്നുണ്ട്, അതിന്റെ കൂടെ നല്ല ബാറ്ററി, ഡിസ്പ്ലേ, ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ വേണമെങ്കിൽ ഈ ഒരു ഫോൺ ചെക്ക്ഔട്ട് ചെയ്യാം. ഇതിന്റെ സ്റ്റാർട്ടിംഗ് 8GB 128GB പ്രൈസ് ആണ് 19,999 രൂപ. ആമസോണിലാണ് കിടക്കുന്നത്. എന്നാൽ അവിടെ 2000 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട്. മൂന്നാമത്തെ ഫോൺ അല്ലെങ്കിൽ ഫോണുകൾ എന്ന് പറയേണ്ടി വരും. കാരണം ഇരട്ടകളാണുള്ളത്, അറിയാലോ. നമ്മുടെ വിവോയുടെ T4 ആൻഡ് iQOO Z10 എക്സാക്ട്ലി സെയിം ഫോൺസ് ആണ്, സെയിം സ്പെസിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് iQOO വേണമെങ്കിൽ iQOO ഫോൺ വാങ്ങാം. നിങ്ങൾക്ക് വിവോ വേണമെങ്കിൽ വിവോ ഫോൺ വാങ്ങാം. 120 Hz AMOLED ഡിസ്പ്ലേ, Qualcomm Snapdragon 7S Gen 3 ചിപ്സെറ്റ്, 50 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ, 7300 mAh ഗജ യമണ്ടൻ ബാറ്ററി, 90 വാട്ടിന്റെ ചാർജർ ഒക്കെ വരുന്നുണ്ട്. സോ മോൺസ്റ്റർ ബാറ്ററിയാണ്, മെഗാ മോൺസ്റ്റർ ബാറ്ററി ആയതുകൊണ്ട് ഈസിലി ഈ ഒരു ഫോൺ നിങ്ങൾക്ക് 1.5-2 ദിവസം വരെ യൂസ് ചെയ്യാൻ പറ്റും, മോഡറേറ്റ് യൂസ് ഒക്കെ ആണെങ്കിൽ. സോ കിടിലൻ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ബേസിക്കലി iQOO അല്ലെങ്കിൽ വിവോ ഈ ഫോൺ വഴി യൂത്തിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി അടിപൊളിയായിരിക്കും. കാരണം നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ടല്ലോ. എന്നാൽ ഈ ഫോണിൽ അൾട്രാവൈഡ് ക്യാമറ വരുന്നില്ല. പക്ഷെ കൊടുത്തിരിക്കുന്ന മെയിൻ ക്യാമറ ഉണ്ടല്ലോ, നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. വിവോയുടെ പ്രോസസിംഗ് അറിയാലോ. സോ നല്ല ഫോട്ടോഗ്രാഫി എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ ഈ ഫോണിന്റെ മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ രണ്ടും വെച്ച് നിങ്ങൾക്ക് 4K വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിൽ കൊടുത്തിരിക്കുന്ന Snapdragon 7S Gen 3 ചിപ്സെറ്റ് ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല ചിപ്സെറ്റ് ആണ്. 8 ലക്ഷത്തിന് മേലുള്ള AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ തരും. എന്നാൽ മോണോ സ്പീക്കർ ആണ് തന്നിരിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഈ പ്രൈസിൽ മോണോ സ്പീക്കർ. എനിവേ, സോ അതാണ് കിട്ടുന്നത്. പ്ലസ് 90 വാട്ടിന്റെ ചാർജർ ആണെങ്കിലും 55 വാട്ടിന്റെ ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്.
വളരെ ബ്യൂട്ടിഫുൾ ക്വാഡ് കേർവ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഒരുപാട് ആസ്വദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിന്റെ ക്വാഡ് കേർവ് ഡിസ്പ്ലേയിൽ ആസ്വദിക്കാം. പിന്നെ ഐക്യൂടെ വിവോയുടെ ബഡ്ജറ്റ് ഫോൺസിൽ അറിയാലോ ലേശം ബ്ലോട്ട്വെയർസ്, അതായത് ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓൾറൗണ്ട് പാക്കേജ് എന്നൊക്കെ പറയാൻ പറ്റും. ഇനിയും വരുന്നുണ്ട് ഓൾറൗണ്ട് ഫോണുകൾ, ഞാൻ പറയാം. ഇതും ഈ രണ്ട് ഫോണുകളും വൺ ഓഫ് ദ ബെസ്റ്റ് ഓൾറൗണ്ട് ഫോൺസ് ആണ്. ഈ ഫോണിന്റെ സ്റ്റാർട്ടിംഗ് 8GB 128GB പ്രൈസ് ആണ് 21,990 രൂപ. എന്നാൽ പേടിക്കേണ്ട, കൂടെ 2,000 രൂപയുടെ ഓഫ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈസിലി ഒരു ഫോൺ 20,000 റുപ്പീസിൽ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഞാൻ iQOO Z10 ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺസിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂസ് മിസ് ആവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് അറിയിപ്പുണ്ട്, ഒരുപാട് പേര് ഈ ഓഫേഴ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, പല ഫോണുകളുടെ കൂടെ ലേറ്റസ്റ്റ് ഓഫേഴ്സ് വരുന്നുണ്ട്. എന്നാൽ ലേറ്റ് ആയി പോയാൽ ഈ പറഞ്ഞ ഓഫേഴ്സ് ഒക്കെ അങ്ങ് പോകും. സോ അത് മിസ് ആവാതിരിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. നെക്സ്റ്റ് സ്മാർട്ട് ഫോൺ ആക്ച്വലി എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്തത്, അതായത് ഈ ഒരു ബ്രാൻഡിന്റെ സൈഡിൽ നിന്നുള്ള ഇങ്ങനത്തെ ഒരു വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതാണ് ഓപ്പോയുടെ K13 5G 120 Hz AMOLED ഡിസ്പ്ലേ, Qualcomm Snapdragon 6 Gen 4 ചിപ്സെറ്റ്, 50 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ, 7000 mAh മോൺസ്റ്റർ ബാറ്ററി, 80 വാട്ടിന് ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഫോൺ വരുന്ന പ്രൈസ് ഉണ്ടല്ലോ, എക്സാക്ട് 20,000 റുപ്പീസ് അല്ല, ആക്ച്വലി ഓഫറൊക്കെ ചേർത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 17,000 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. ആ പ്രൈസിൽ സീരിയസ്ലി നല്ല വാല്യൂ ഫോർ മണി ഫോണാണ്. യെസ്, ഓപ്പോ എന്ന ബ്രാൻഡിന്റെ സൈഡിൽ നിന്നുള്ള ഒരു വാല്യൂ ഫോർ മണി ഫോണാണ്. അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും കണ്ടു നോക്കുക എല്ലാ ഡീറ്റെയിൽസിന് വേണ്ടി. നല്ല ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്, ചുറ്റും സ്ലിം ബെസൽസ് ആണ്. ഓപ്പോയുടെ ഫോൺ ആയതുകൊണ്ട് ബാക്കിലുള്ള ഡിസൈൻ ഒക്കെ നല്ലതാണ് കാണാൻ. പിന്നെ ഈ പ്രൈസിലും ഓപ്പോ UFS 3.1 സ്റ്റോറേജിന്റെ കൂടെ ലേറ്റസ്റ്റ് സ്നാപ്ഡ്രാഗൺ 6 Gen 4 തന്നിരിക്കുന്നത് കൊണ്ട് നല്ല പെർഫോമൻസ് തരുന്നുണ്ട് ഈ ഒരു ഫോൺ. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനോടൊപ്പം തന്നെ അൾട്രാവൈഡ് ക്യാമറയും തന്നിട്ടില്ല. സോ അൾട്രാവൈഡ് ഫോട്ടോഗ്രാഫി നടക്കൂല. പക്ഷേ തന്നിരിക്കുന്ന മെയിൻ ക്യാമറ ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെ എടുക്കുന്നുണ്ട്. 4K വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള ഡ്യുവൽ സീരീസ് സ്പീക്കേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെ ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള ഒരുപാട് AI ഫീച്ചേഴ്സ് ഓപ്പോ ഈ ഒരു പ്രൈസിലും ഈ ഫോണിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ എ ബിഗ് പ്ലസ് പോയിന്റ്. ആ ഒരു ഗജ M1 ബാറ്ററി ഉള്ളതുകൊണ്ട് കിടിലൻ ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടുന്നത്. പ്ലസ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫോൺ വരുന്ന പ്രൈസ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ ഒരു ഓഫർ പ്രൈസിൽ ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ല വാല്യൂ ഫോർ മണി പാക്കേജ് ആണ് ഓപ്പോ K13. 20,000 രൂപയുടെ താഴെ നിങ്ങൾക്ക് പോക്കോ എന്ന ബ്രാൻഡിന്റെ ഒരു വാല്യൂ ഫോർ മണി ഫോൺ വേണമെങ്കിൽ തീർച്ചയായിട്ടും പോക്കോ X7 ചെക്കൗട്ട് ചെയ്യാം. 120 Hz AMOLED ഡിസ്പ്ലേ, MediaTekന്റെ Dimensity 7300 അൾട്രാ ചിപ്സെറ്റ്, 50 മെഗാപിക്സൽ OIS ക്യാമറ, 50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20 മെഗാപിക്സൽ സെൽഫി ക്യാമറ, 5500 mAh ഒരു വലിയ ബാറ്ററി, 45 വാട്ടിന് ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1.5K റെസൊല്യൂഷൻ ഉള്ള ബ്യൂട്ടിഫുൾ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. IP69 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്. SD കാർഡിന് വേണ്ടിയുള്ള സ്ലോട്ട് വരുന്നില്ല. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പെർഫോമൻസ് ഒക്കെ ഓക്കെ ആണ്. ഈ പ്രൈസിനൊത്തുള്ള ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. ക്യാമറ പെർഫോമൻസും ഡീസെന്റ് ആണ്. അൾട്രാവൈഡ് ക്യാമറ വരുന്നുണ്ട്. സോ അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഈ ഫോണിന്റെ ആക്ച്വൽ പ്രൈസ് ആണ് 16,990 രൂപ. എന്നാൽ 1,000 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 15,990 രൂപയ്ക്ക് വാങ്ങിക്കാം. ആ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അറിയാലോ, പോക്കോയുടെ ഫോൺസ് നോർമലി നല്ല വാല്യൂ ഫോർ മണി ഫോൺസ് ആയിരിക്കും. ഇതും അങ്ങനെ തന്നെയാണ്. സാംസങ്ങിന്റെ ഫോൺ വാങ്ങാൻ നോക്കുന്നവർക്ക് വേണ്ടി ഞാൻ ആക്ച്വലി വീണ്ടും സാംസങ്ങിന്റെ ഗാലക്സി M35 റെക്കമെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. കാരണം ഈ ഒരു പ്രൈസിൽ ആ ഫോണേ വരുന്നുള്ളൂ ആക്ച്വലി. പക്ഷെ കുറച്ചും കൂടി റിസർച്ച് ചെയ്തപ്പോഴാണ് കിട്ടിയത് സാംസങ് ഗാലക്സി A35, അതായത് കഴിഞ്ഞ വർഷം വന്ന A സീരീസ് ഫോണാണ്. സോ നിങ്ങൾ സാംസങ്ങിന്റെ ഒരു A സീരീസ് ഫോൺ വാങ്ങാൻ നോക്കിയിരിക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും A35 നിങ്ങൾക്ക് 20,000 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. 120 Hz AMOLED ഡിസ്പ്ലേ, Exynos 1380 ചിപ്സെറ്റ്, 50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 13 മെഗാപിക്സൽ സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 25 വാട്ടിന്റെ ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അറിയാലോ, ബോക്സിൽ ചാർജർ വരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ സാംസങ്ങിന്റെ A30 സീരീസിലുള്ള ഫോൺ നിങ്ങൾക്ക് 20,000 റുപ്പീസിൽ കിട്ടുന്നുണ്ട്. പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓക്കെ ആണ്. ഇപ്പം ഈ ഓഫർ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് ഡീസെന്റ് ആണെന്ന് പറയാൻ പറ്റും. പിന്നെ A സീരീസ് ഫോൺ ആയതുകൊണ്ട് പ്രീമിയം ബിൽഡ് ആണ് വരുന്നത്. അതായത് ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ഉണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സർക്കിൾ ടു സെർച്ച് പോലുള്ള AI ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അറിയാലോ, സാംസങ്ങിന്റെ ബാക്കി ഫീച്ചേഴ്സ്, നോക്ക് സെക്യൂരിറ്റി ഉണ്ട്, സെക്യൂർ ഫോൾഡർ, പിന്നെ NFC ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് സാംസങ് വാളറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ ഒക്കെ ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ ആൻഡ് മെയിൻ ക്യാമറ രണ്ടും വെച്ച് നിങ്ങൾക്ക് 4K 30 FPS റെക്കോർഡ് ചെയ്യാം. IP67 റേറ്റിംഗുമായാണ് വരുന്നത്. ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 20,990 രൂപ. എന്നാൽ 1,000 റുപ്പീസിന്റെ ഓഫ് ഉണ്ട്. അതും ചേർത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 20,000 റുപ്പീസിൽ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഞാൻ മെൻഷൻ ചെയ്ത നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.